ഇന്നലെ മുതൽ എല്ലാവരും ഏറ്റെടുത്ത വാർത്ത മലയാളികളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ, നന്ദനം സിനിമയിലെ കൃഷ്ണനും ഗുരുവായൂർ അമ്പലനടയിലൂടെ മലയാള സിനിമയിൽ തിരിച്ചുവരവ് നടത്തിയ അരവിന്ദിൻ്റെയും വിവാഹമായിരുന്നു. ഏറെ നാളത്തെ പരിചിതത്തിന് ശേഷം തന്നെയാണ് ഇരുവരും ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴും എന്തുകൊണ്ട് അരവിന്ദ് ഇത്രയും നാളും വിവാഹം കഴിച്ചില്ല എന്ന് ചോദിക്കുന്നു. ദീർഘനാളത്തെ സൗഹൃദമാണ്, എന്നാലും 50-ാം വയസ്സിലാണ് ഇപ്പോൾ വിവാഹം കഴിക്കുന്നത്. ഇത്രയും നാളും ഒരുമിച്ച് താമസിക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നുവെന്നും നല്ല സുഹൃത്തുക്കളാവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഇത്രയും നാളത്തെ ഒരു യാത്രയിൽ പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളായി നല്ലതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് മിനിമം കുറച്ച് വർഷങ്ങൾ തന്നെ എടുക്കുമെന്നുമാണ് അരവിന്ദ് പറയുന്നത്. വീട്ടുകാരുടെ പ്രശ്നമോ പേഴ്സണൽ വിഷയമോ ആയിരിക്കാം വിവാഹം ഇതുവരെ നടക്കാതെ പോയത്. പലപ്പോഴും വിവാഹം നടത്താൻ തീരുമാനിക്കുകയും അതിന് മുൻകൈ എടുക്കുകയും മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അരവിന്ദിൻ്റെയോ ഭാര്യയുടെയോ ആഗ്രഹപ്രകാരം വിവാഹം നടന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ മലേഷ്യയിൽ വളരെയധികം ആഡംബരമൊന്നുമില്ലാതെ കുറച്ചുപേരെ ക്ഷണിച്ചൊരു വിവാഹം നടത്തിയപ്പോൾ അതുപോലും നടക്കുമെന്ന് യഥാർത്ഥത്തിൽ വിചാരിച്ചിരുന്നില്ല. എന്നാൽ മംഗളമായി അത് നടക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ഞങ്ങൾ ചിത്രങ്ങൾ പങ്കുവച്ചത്. ആഡംബരപ്രദമായ ഒന്നും വേണ്ട എന്ന് ഇരുവരും തീരുമാനിച്ചതാണ്. വീട്ടുകാരും ഒപ്പം നിന്നു. ഈ പ്രായത്തിൽ ഇനി ആഡംബരം കാണിച്ചിട്ട് എന്ത് സന്തോഷമാണ് നേടാനുള്ളത്? അതിനു പകരം ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് യാത്രകൾ ചെയ്യും. യാത്രകൾ ചെയ്ത് നമ്മളെല്ലാവർക്കും സമാധാനത്തിലൂടെ എത്തിക്കും. അതാണ് ഞങ്ങളുടെയും ആഗ്രഹമെന്ന് അരവിന്ദ് പറയുന്നു. അരവിന്ദും ഭാര്യയും ഇപ്പോൾ വളരെയധികം സന്തോഷവതിയും സന്തോഷവനുമാണ്. പ്രായം ഇത്രയും ആയെങ്കിൽ പോലും ഒരു കുഴപ്പവുമില്ല എന്നാണ് ഇരുവരും പറയുന്നത്. ഇത്രയും നാൾ ഞങ്ങൾ സൗഹൃദത്തിൽ തന്നെയായിരുന്നു, നല്ല അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. ഇതിനു മുൻപേ കഴിക്കാമായിരുന്നു. എന്നാൽ തീരുമാനമെടുക്കാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു. അത്ര ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഒരിക്കലും തെറ്റരുത് എന്ന അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. നന്ദനം സിനിമയിലൂടെ ധാരാളമായി തന്നെ മലയാളികൾക്ക് അറിയുന്ന ഒരു നടൻ കൂടിയാണ് അരവിന്ദ്. മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി അന്നു മുതൽ മാറി. അന്നു മുതൽ കൃഷ്ണൻ ആരെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ മനസ്സിൽ ഉൾപ്പെടെ വരുന്ന രൂപം അരവിന്ദിൻ്റെതായിരുന്നു. അതിനുശേഷം പിന്നീട് നിരവധി സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ സിനിമ തന്നെയായിരുന്നു നന്ദനം എന്ന് പറയാം. ഒരൊറ്റ സിനിമ കൊണ്ട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രശസ്തിയാണ് അദ്ദേഹത്തിനെ തേടിയെത്തിയത്. അതിന് പകരം വയ്ക്കാൻ വേറൊരു കൃഷ്ണനെ ഇതുവരെ ആർക്കും ശ്രമിച്ചിട്ട് പോലും നടന്നിട്ടില്ല. പല സീരിയലുകളിലും സിനിമകളിലും പല കൃഷ്ണന്മാർ വന്നുവെങ്കിലും അരവിന്ദിനെ കടത്തിവെട്ടാൻ ആർക്കും സാധിക്കാതെ പോയത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഏറ്റവും മികച്ചതായി മാറുന്നത്. അരവിന്ദിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ ഓരോ വാർത്തകളും പങ്കുവെക്കുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നതും അരവിന്ദിന്റെ വാർത്തകൾ തന്നെയാണ് എന്ന് പറയാം. ആരാധകർ സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ചെത്തുകയാണ്. എല്ലാവർക്കുമുള്ള മറുപടി ഒറ്റയായി തന്നെ അദ്ദേഹം പറയുമെന്ന വാക്ക് നൽകുന്നുമുണ്ട്. ഇതോടെ പ്രേക്ഷകർ ഇപ്പോൾ എല്ലാ വിശേഷങ്ങളും അവസാനിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ആശംസകൾ മാത്രം അറിയിച്ച് അരവിന്ദിന്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.